സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നും ഒരു 3 കാർഡ് സ്പ്രെഡാണ് എടുക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കണത് കറൻറ്റ് സിറ്റുവേഷൻ, പിന്നെ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്, എന്ത് വെല്ലുവിളിയാണ് നേരിടുന്നത്, എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിനാണ്. അത് കുടുംബ സ്വത്തൊക്കെ, പാരമ്പര്യ സ്വത്തൊക്കെ നേടിയിട്ട് ഒരു കൂട്ടുകുടുംബം, അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ, കുട്ടികൾ, ആനിമൽസൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുകുടുംബത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയൊക്കെ ഉള്ള, സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ള ഒരു ഫാമിലി. അപ്പോൾ ഇവിടെ ഈ ക്യാരക്ടർ എന്ത് പ്രശ്നമാണ് നേരിടുന്നത് നോക്കുമ്പോൾ ഇത് സൺ എന്നുള്ള കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. ഇത് സൺ എന്നുള്ള കാർഡ് ആരോഗ്യത്തിന് സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് എന്തോ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല. അത് സൺ എന്നുള്ള കാർഡ് സക്സസിൻ്റെ കാർഡാണ്. ഇപ്പോൾ ഒരു സ്ട്രഗിളിങ് പീരീഡ് ആണെങ്കിൽ കൂടി അത് ബെറ്റർ ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. കാരണം കുതിരയുടെ മുകളിൽ ഒരു ചെറിയ കുട്ടി ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാലം കൂടി പിടിക്കും കാര്യങ്ങൾ ബെറ്റർ ആവാൻ. പക്ഷേ ഹെൽത്ത് ഗുഡാവും. എല്ലാ മേഖലകളിലും സക്സസ്സും പ്രോസ്പെറിറ്റിയൊക്കെ ഉണ്ടാവും. പുതിയൊരു തുടക്കത്തിൻ്റെയൊക്കെ കാർഡാണിത് സൺ എന്നുള്ള കാർഡ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് നമ്മൾ സൂര്യദേവനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ഏർലി മോർണിംഗിൽ ജലതർപ്പണം ചെയ്യണതും സൂര്യഗായത്രി ജപിക്കലും സൂര്യഗ്രഹത്തിൻ്റെ ദേവതയായ മഹാദേവനെ ഭജിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അപ്പോൾ എന്ത് അഡ്വൈസാണ് ഈ വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ടത് നോക്കുമ്പോൾ 9 ഓഫ് സോർട്സ് ആണ്. 9 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ്റെയും അകാരണമായ പേടിയും ആങ്സൈറ്റിയുടെയും കാർഡാണ്. ഈ 9 വാളുകൾ ശരിക്കും ഈ വ്യക്തിയെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഈ വ്യക്തി അൺനെസസറിലി വറീഡ്, അനാവശ്യമായിട്ട് വറി ചെയ്യുകയാണെന്നാണ് ഈ കാർഡ് പറയണത്. അപ്പോൾ ഇവർക്കുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അനാവശ്യമായിട്ട് ഭയം കൊണ്ടും പാസ്റ്റിൽ എക്സ്പീരിയൻസ് കൊണ്ടും ആങ്സൈറ്റി കൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യങ്ങൾ ബെറ്റർ ആവാൻ പോവാണ്. ഹെൽത്ത് ഗുഡ് ആവാൻ പോവാണ്. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളിൽ മുങ്ങിക്കിടക്കാതെ, അപ്പോൾ മെൻ്റൽ സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് ആൾക്കാരുടെ ഉപദേശം തേടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.